വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സ് കറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. അതും ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്രയ്ക്കും രുചിയുള്ള ഒരു കറി കൂടിയാട്ടോ ഇത്. ഇതിന് ഇഷ്ടമല്ലെന്ന് ആരും പറയില്ല കേട്ടോ. എന്നാൽ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് സോയ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം ഒന്നും വേവിക്കണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. ഇത് ചെറുതായിട്ട് വേവിച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ കറിയിലൊക്കെ ഇട്ട് വേവിക്കുന്നതല്ലേ. അപ്പം ഇതൊന്ന് അങ്ങ് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായി ഒരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിന്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ സോയൊക്കെ ഇപ്പൊ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അങ്ങ് വെന്ത് വരും കേട്ടോ. അപ്പം ഈ പരുവൊക്കെ ആകുമ്പോഴത്തേന് ഇതിന്റെ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് ഈ സോയ മാത്രം എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ സോയൊക്കെ എടുത്തൊന്ന് മാറ്റി വീണ്ടും ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് കഴുകി എടുത്തതാട്ടോ ഇത്. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഈ സ്റ്റെപ്പ് മറക്കാതെ ഒന്ന് ചെയ്യണം കേട്ടോ. ഈ വെള്ളം നന്നായിട്ടങ്ങ് പിഴിഞ്ഞ് കളഞ്ഞ് ഇതെല്ലാം അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാം കേട്ടോ. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 കഷ്ണം പട്ടയും 2 കഷ്ണം ഗ്രാമ്പൂവും 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കൂടെ കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാ, അതുകൊണ്ട് ഞാൻ ചേർത്തു എന്ന് മാത്രം. ഇതും ചേർത്ത് ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ എത്തണം കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച മിക്സും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ട് അങ്ങ് മാറിയിരിക്കണം കേട്ടോ. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അതുവരെയും ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മളിതെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കി ചേർത്തേക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും പച്ചമണം മാറുന്നവരെ നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ചേർത്താലും മതി കേട്ടോ. പിന്നെ ചിക്കൻ മസാല ചേർക്കുകയാണെങ്കിൽ വേറൊരു വ്യത്യസ്ത ടേസ്റ്റിൽ ഇത് കിട്ടും കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണം മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആ മസാലയും വെള്ളവും ഒക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച സോയ ചങ്ക്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അതുവരെയും ഒന്ന് അടച്ചു വെച്ച് ഒന്നങ്ങ് വേവിച്ചെടുക്കാം.
ഒരു 10 മിനിറ്റ് ഒക്കെ ആവട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാട്ടോ, നല്ലൊരു കറിയാട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അറിയിക്കണേ. സോയയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളി കറി സെറ്റായി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അവസാനമായിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടോ. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി അടിപൊളി ഒരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.